ഹായ്, ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ ചെയ്തെടുക്കുന്ന നല്ല അടിപൊളി ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി 1/2 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കണം, അതായിരിക്കും ടേസ്റ്റ്. ഇനി ഇതിനകത്തിലേക്ക് ഒരു 8 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു മീഡിയം സൈസ് ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒരു 6-7 സെക്കൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി എടുക്കുമ്പം ഒത്തിരി ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു 20 എണ്ണവും, ഇച്ചിരി വലുതാണെങ്കിൽ ഒരു 15 എണ്ണം എടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിനകത്തിലേക്ക് ചേർക്കുക. അതിനുശേഷം 2 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു ചെറിയ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. കളറൊക്കെ മാറി നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആകുന്നിട്ട് തന്നെ വറുത്തെടുക്കണം. അപ്പോൾ ഈ ഒരു റോസ്റ്റിന് ചെറിയ ഉള്ളി മാത്രം എടുക്കണം, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് ഇതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം അതായത് പെരുംജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൻ്റെ അകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ചിക്കൻ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് ഇത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കനിലുള്ള ആ വെള്ളം ഇറങ്ങി വേണം ഈ ചിക്കൻ നന്നായിട്ട് വെന്ത് വരാൻ. ഒട്ടും വെള്ളം ഒഴിക്കാൻ പാടില്ല. എന്നിട്ട് തുറന്ന് 2-3 പ്രാവശ്യം ഇതുപോലെ തുറന്ന് ഇളക്കി അടച്ച് വെച്ചിട്ട് ഈ ചിക്കൻ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഒത്തിരി ഹൈ ഫ്ലെയിമിൽ ഇടല്ലേ, മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഈ ചിക്കൻ നന്നായിട്ട് കുക്കായി വരണം. അതുവരെ 2-3 പ്രാവശ്യം തുറന്ന് ഇളക്കി അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി കഴിയുമ്പം ഇളക്കി നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ്. ഇപ്പോൾ ഇത് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ചെറിയ ഉള്ളി മാത്രം ചേർത്തെടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻസിലൂടെ അറിയിക്കുക. പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്